ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫിഷൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും കറികളൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്നൊന്ന് നമുക്ക് മാറ്റി പിടിക്കാം. അപ്പോൾ ഈ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലാണ് ഇന്ന് എൻ്റെ റെസിപ്പി. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഒരു ഫിഷ് തോരനാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എപ്പോഴും കറികളൊക്കെ വെച്ചിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കൂ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇനി നമ്മൾ ഫിഷ് തോരൻ ഉണ്ടാക്കാനായിട്ട് മുള്ളില്ലാത്ത മീൻ വേണം വാങ്ങാൻ കേട്ടോ. അപ്പോൾ അയക്കൂറ, ആഗോലി അങ്ങനെ പിന്നെ മുള്ള് എന്താ പറയുക, മുള്ള് കുറവായിരിക്കുമല്ലോ അതിനൊക്കെ. അങ്ങനത്തെ മീൻ വാങ്ങുന്നതായിരിക്കും നല്ലത്, അതാണ് ടേസ്റ്റും. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 8-10 മിനിറ്റ് വേവിച്ചാൽ മതി. വേവിച്ചതിന് ശേഷം മാത്രമേ തോരൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അടിയിലൊക്കെ പിന്നെ പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. നമ്മൾ കൈനെ കൊണ്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. മിക്സിന്റെ ജാറിലൊക്കെ ഇട്ടാൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പൊ കൈനെ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കൈനെ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ, എളുപ്പമാണ്. പിന്നെ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതൊക്കെ കളഞ്ഞേക്കണം. അങ്ങനെ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ടേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 10-15 വെളുത്തുള്ളിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് നല്ലത്. അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഇതിന് കുറച്ച് കൂടുതൽ തന്നെ വേണം. പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും, പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആണ് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഇതുപോലെ ആയാൽ മതിയാവും. അതിനുശേഷം പൊടിച്ചു വെച്ച ഈ ഫിഷ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും ഇതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾക്ക് കറിയും പിന്നെ തോരനും രണ്ടും ആയല്ലോ. ഒരു മീൻ വാങ്ങിയാൽ രണ്ട് ഡിഷും നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അതെന്താ വെച്ചാൽ ഈ ചട്ടിയിൽ ഞാൻ വാഴയില വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയിലോട്ടേക്ക് പിന്നെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തോരൻ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ വാഴയിലേക്ക് ചൂട് പിടിക്കുമ്പോൾ പിന്നെ വാഴയിലന്റെ ടേസ്റ്റും എല്ലാം ഈ തോരന് കിട്ടും. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും കൂടിയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ഉള്ളിയും കൂടി വിതറി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു വാഴയില വെച്ചിട്ട് വീണ്ടും ഇത് അടച്ചു കൊടുത്ത് ഒരു ദമ്മ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഈ വാഴയിലേന്റെ മണവും മീനിന്റെ മണവും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി തോരനാണ്. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ അല്ലേ. ഇപ്പൊ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മീൻ കറീന്റെ അത്ര ജോലി പോലും ഇല്ല ഇതിന്. അങ്ങനെ എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ദം ചെയ്ത ഫിഷ് തോരൻ. അപ്പൊ ചോറിന്റെ കൂടെ നമുക്ക് മീൻകറിയും മീൻ തോരനും. ഒരു മീൻ വാങ്ങിയാൽ 2 ഐറ്റംസ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഫിഷിന്റെ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഇതുപോലത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടി നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ബൈ.